തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് റിഗ്രറ്റ് അടിച്ച ഏക ഒരു മൂവി എന്ന് പറയുന്നത് KGF ഫസ്റ്റ് പാർട്ടാണ്. ആ സമയത്ത് കാണാൻ പോകാൻ പറ്റിയില്ല. അതിനുശേഷം എനിക്ക് ഇത്ര റിഗ്രറ്റ് അടിക്കുന്നത് ഇപ്പോഴാണ്. ഒരു മൂവി കാണാൻ പറ്റാത്തത്. ദുരന്തർ ഈ വർഷം റിലീസ് ചെയ്ത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന ദുരന്തർ. സിനിമയിൽ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് രൺവീർ സിംഗ്, പിന്നെ വില്ലനായിട്ട് അക്ഷയ് ഖന്ന. പൊന്നണ്ണ, എന്താണ് ആ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാറ, ലേഡി ക്യാരക്ടറായിട്ട് നായികയായിട്ട് വന്നിട്ടുള്ള സാറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ ആൻമേരിയ കലിപ്പിലാണ് സിനിമയിലെ ആ കൊച്ചുകുട്ടി. ഇപ്പൊ വളർന്നു വലുതായി. എന്ത് ക്യൂട്ടാണ് ആ മൂവിക്കകത്ത് കാണാനായിട്ട്. അവരുടെ കോംബോ ആണ്, രൺവീർ സിംഗോട്ടുള്ള ഒരു കോംബോ ആണ്. നല്ല രസമുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. മൂവിയുടെ ഡയറക്ടർ ആദിത്യദർ റിട്ടേൺ ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസർ പിന്നെ ഡയറക്ഷൻ എല്ലാം പുള്ളിയാണ്. ആദിത്യദർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ പുള്ളി ചെയ്തു വെച്ചൊരു ലെജൻഡറി മൂവി ഉണ്ട്, എല്ലാരും കണ്ടു കാണണം. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, അത് പുള്ളി ഡയറക്ട് ചെയ്ത മൂവിയാണ്. അതിനുശേഷം ഇപ്പോഴാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. മൈൻഡ് ബ്ലോയിങ്. വെർത്ത് വർമ്മ, വെർത്ത്, അത് മാത്രമേ പറയാവുള്ളൂ. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പടം. അത് 3.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ. ഇവിടെ ഓരോ പടങ്ങളൊക്കെ 2 മണിക്കൂറും 1.25 മണിക്കൂറുള്ള പടങ്ങൾ വരെ ഇറങ്ങുന്നുണ്ട്. നമ്മളെ ബോറടിപ്പിച്ച് കൊല്ലുന്ന പടങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 3.5 മണിക്കൂർ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ആ സിനിമ ഇങ്ങനെ കണ്ണെടുക്കാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്ടർക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയും ഒരു എഫേർട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും നടന്നൊരു സംഭവമാണത് ആ സിനിമയിലുള്ളത്. പക്ഷെ അത്രയും ഗംഭീരമാക്കി പുള്ളി എടുത്തിട്ടുണ്ട്. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്താണെന്നറിയില്ല, ആ സിനിമ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിക്ക് പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. ആ രൺവീർ സിംഗും അക്ഷയനെയൊക്കെ പൂന്ത് വിളയാടിക്കുക സിനിമയ്ക്കകത്ത്. ആ വില്ലന്റെ ഒക്കെ ഒരു ഓറ ഉണ്ടല്ലോ. അക്ഷയ് ഖന്നയൊക്കെ എന്തൊരു ഓറയാണ് ആ മനുഷ്യൻ. നമുക്കൊരു ഗൂസ് ബംസ് അടിക്കുന്ന സീനുകളാണ് പുള്ളിക്കാരനെ കാണിക്കുന്ന എല്ലാ സീനുകളും. അത്രയും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ രൺവീർ സിംഗ് ഒന്നും പറയാനില്ല, പുള്ളിക്കാരന്റെ കരിയർ ബെസ്റ്റ്. അത്രയും കിഡിലുമായിട്ട് കുറച്ചു നാളായി പുള്ളിയുടെ നല്ല പടം കണ്ടിട്ട്. കുറെ നാൾക്ക് ശേഷമാണ് പുള്ളിക്കാരന്റെ നല്ലൊരു പടം ഇറങ്ങുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ പോയി കണ്ടോ. നെറ്റ്ഫ്ലിക്സ്, ടെലിഗ്രാമിലാണെങ്കിൽ എന്റെ ഗ്രൂപ്പിന്റെ അകത്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ സിനിമയുടെ ലിങ്ക് കിട്ടും. ലിങ്ക് എന്റെ ബയോയ്ക്കകത്തുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ ഒന്ന് പോയി പെട്ടെന്ന് പോയി കാണും. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. വളരെ ലേറ്റ് ആയിട്ട്. ഇത്ര ലേറ്റ് ആവുന്ന പ്രതീക്ഷയില്ല. പല കാരണങ്ങളായിട്ട് ലേറ്റ് ആയിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. പക്ഷെ ഇത് ഇങ്ങനെയല്ല, തിയേറ്ററിൽ പോയി കാണേണ്ട മൂവിയാണ്. എനിക്കിപ്പോൾ റിസൾട്ട് അടിക്കുക. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ല. സെക്കൻഡ് പാർട്ട് ഇനി മാർച്ച് വരുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ്. ഒന്ന് വരട്ടെ, പൊളിക്കാം. അപ്പോ വേറെ ഒന്നും പറയാനില്ല. വീണ്ടും സന്ധിക്കും വരെ വണക്കം.